സത്യം പറയാച്ചാ, ആ കുഞ്ഞ് എവിടെ? അത് മരിച്ചോ അതോ ഇന്നും ജീവനോടെ ഉണ്ടോ? ആ കുഞ്ഞു മരിച്ചെന്ന് ഞാൻ പറഞ്ഞാ പോലെ. ഇന്ന് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവാൻ മാത്രം എന്താ സംഭവിച്ചത്? എന്തോ എനിക്കറിയില്ല. ആ കുഞ്ഞിന്റെ ഓർമ്മകൾ എന്നെ വേട്ടയാടുകയാണ്. കാഞ്ചനെ, നിനക്കിന്ന് വേറൊരു ഭർത്താവും മകനും ഉണ്ടെന്ന് നീ മറക്കരുത്. നിന്റെ ഈ അവസ്ഥ അയാൾ ഏതാണ് ഈ സീരിയല്? ഭർത്താവ് സോമൻ അറിഞ്ഞാൽ ഉണ്ടാവുന്ന കണ്ണീർ സാഗരം എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഇഷ്ടമല്ലാത്തൊരു കാണണ്ട. എനിക്കൊന്നും കാണണ്ട. അല്ലെങ്കിൽ ഈ മനുഷ്യന്മാർക്ക് വിഷമിക്കാനായിട്ട് ഓരോ കാരണങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഒരു പുതിയ ടെൻഷനും കൂടി വലിച്ചു കയറ്റാൻ. സാറാ, വൈകുന്നേരം ഈ സീരിയൽ കാണാൻ ഇരുന്നപ്പോൾ തുടങ്ങിയതാ ഈ കരച്ചില്. നിന്റെ ക്യാരക്ടറിന് ഇത് എത്ര എഫക്റ്റ് ചെയ്യാൻ നിനക്കറിയോ? ഓ സമ്മതിച്ചു. ഇപ്പൊ ഒന്ന് കാണാൻ വിടുവോ? ശരി, ഞാനൊന്നും പറയുന്നില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ നിനക്ക് തന്നെ മനസ്സിലായിക്കോളും. ഒരേ സമയം നർമ്മം കോർത്തിണക്കിയ എന്താ കുടുംബങ്ങളെ ആധാരമാക്കിയ കുറച്ചു നീങ്ങ്. ഏറ്റവും നീങ്ങടോ. ശക്തമായ കഥ പറഞ്ഞ നിങ്ങളുടെ സ്വന്തം പരമ്പര കണ്ണീർ സാഗരം തുടർന്നു കാണുക. കാണണോ? കണ്ടോ? അയ്യോ, മിസ്റ്റർ ചിത്തരംഗൻ, നിങ്ങൾ സാമർഥ്യമുള്ള ഒരു എഴുത്തുകാരനാണെന്ന് എനിക്കറിയാം. പക്ഷേ FIR എഴുതി തഴമ്പിച്ച എന്റെ ബുദ്ധിയോളം വരില്ല. ശ്ശോ, അലമ്പ്. നമുക്ക് എന്തൊരു നോക്കാം. കഷ്ടാത്. തോൽവി എന്നൊരു വാക്ക് നിങ്ങളുടെ നിഘണ്ടുവിൽ ഇല്ല എന്ന് നിഘണ്ടുവാ? ഓ, നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ. ഓർമ്മയിരിക്കട്ടെ. എന്താ അവര് പറയുന്നത്? നല്ല കൂറ ഇല്ലാത്ത ഡയലോഗ്. ഒന്നിനെ സൃഷ്ടിച്ച് എഴുതി ചേർക്കുന്നവനാണ് ഒരു യഥാർത്ഥ എഴുത്തുകാരൻ. തീർച്ചയായും നിങ്ങളുടെ നിങ്ങളുടെ നിഘണ്ടുവിൽ ഞാൻ അത് എഴുതി ചേർക്കും, ചേർക്കും മിസ്റ്റർ. കഷ്ടം. അത് മാത്രോ, തെരഞ്ഞെടുത്തിരിക്കുന്ന സബ്ജക്റ്റ് കണ്ടില്ലേ? ജാരസന്ധതിയെ തേടിപ്പോകുന്ന മാന്യായ അമ്മ. എന്നിട്ട് അതവര് മറയ്ക്കാനായിട്ട് ഓരോ കളത്രം കാണിച്ച് പണി പാളുമ്പോ നമ്മൾ അത് ഓർത്ത് കരയണം. അയ്യേ, ഇതാണോ കഥ? എന്നെ അതിൽ അഭിനയിക്കാൻ വിളിച്ചാ ഞാൻ ഡേറ്റ് പോലും കൊടുക്കില്ലായിരുന്നു. ഓഹോ, വൈ? കഥ പോരാ. നിങ്ങൾ ഇത്രയും പുച്ഛിച്ചില്ലേ? ഇനി കഥ പറഞ്ഞിട്ടുള്ളൂ ബാക്കി കാര്യം. കഥയുടെ ഓപ്പണിംഗ് എന്ന് പറയുമ്പം അയ്യോ, ഭയങ്കരം. എല്ലാം വിശ്വേട്ടന്റെ കാരുണ്യ. ഹാ, വിശ്വേട്ടൻ എന്താ എങ്ങനെ പറയുന്നത്? വിശ്വേട്ടനെ ഞാൻ ദൈവത്തിനെ പോലെയാ കാണുന്നെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്. വിശ്വേട്ടൻ എന്നെ വിശ്വാസമില്ലേ? ആ, കൊണ്ടുവന്നുണ്ട്. ഓക്കെ, വല്ലതും നടക്കോ? അടുത്ത ആഴ്ച ഷൂട്ടിംഗ് തുടങ്ങുന്ന പറയുന്നത്. ആഹാ, ആ, ഞാൻ രക്ഷപ്പെട്ടു റോയ്ച്ച. ചെറുപ്പം മുതലേയുള്ള ആഗ്രഹം വലിയൊരു സിനിമാ നടനാവണമെന്ന്. ഇപ്പോഴാ നല്ലൊരു ചാൻസ് വന്നത്. അതും വിജയൻ കാട്ടുകടേന്റെ പടത്തില്. ഹൈ, അയാള് മറ്റേ പടത്തിന്റെ ഡയറക്ടർ അല്ലേ? അത് നിനക്കങ്ങനെ അറിയാ? അത് ഈ പോസ്റ്ററിലൊക്കെ കണ്ടിട്ടുണ്ട്. പേര് അങ്ങനെ. അങ്ങനെ വല്ല പടമാണോ അത്? അല്ല റോയ്ച്ച, ഇത് നല്ല പടാ. ഉത്തരം കാണാതെ. അയ്യോ റോയ്ച്ച, സമയായി. 10 മണിക്ക് കാണണമെന്നാ പറഞ്ഞേ. ഞാൻ പോട്ടെ. ദേ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ എപ്പോഴും ഈ ക്യാഷിൻ്റെ കാര്യം ഡീൽ ചെയ്ത് എപ്പോഴും അതിൻ്റെ വിചാരം മാത്രം ഉണ്ടാവും. എങ്ങാനും നിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നീ ഇല്ലെന്ന് പറഞ്ഞത്. ഇനി എന്തെങ്കിലും കൊടുക്കേണ്ടി വന്നാലും വീട്ടിൽ പോകാനുള്ള വണ്ടിക്കാശ് വെച്ചിട്ട് വേണം കൊടുക്കാൻ. അതെന്താ പറയുന്നതെന്ന് വെച്ചാല്, കൊച്ചിക്കാർ ഊറ്റുമ്പോ അതിൻ്റെതായിട്ടൊരു റേഞ്ചിലാ ഊറ്റുക. അത് കറക്റ്റാ. അവന് നല്ല എക്സ്പീരിയൻസാ സിനിമാ കാര്യത്തിലല്ല, ഗേൾസ്. ആ, നീ ചെല്ല്. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ആ, പിന്നെ കൊച്ചിയെ മാറിയിട്ടുള്ളൂ. ആൾക്കാർ എപ്പോഴും പഴയ തന്നെ. സൂക്ഷിച്ചു ചോദിക്കൂ. റോയ്ച്ചന്റെ ഒരു കാര്യം. അപ്പൊ ശരി റോയ്ച്ച.
എന്റെ ഗ്ലാസ് സാറാകുമ്പോ തന്നോളാം എന്റെ റോയ്ച്ച. എപ്പോഴാണോ? മോനെ വിശ്വട്ടനാടാ, എന്തുണ്ടാ? ഞാൻ വിളിച്ചതേ നമ്മുടെ പുതിയ പ്രൊജക്റ്റിലേക്ക് മെലിഞ്ഞ് സുന്ദരനായ ഒരു പയ്യനെ വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? എൻ്റെ കൂടെ ഒരു പയ്യനുണ്ട്, നല്ല പയ്യനാ. അവനെ ഞാൻ അങ്ങോട്ട് വിടാം, ചാൻസ് അങ്ങ് കൂടുതല്. ഇതിനു വേണ്ടി ഞാൻ ഡയറക്ടർ റൂബി ജോണിനെ ഒന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു വിശ്വട്ടൻ്റെ പയ്യനായതുകൊണ്ട് നായക വേഷത്തിലെ അഭിനയിക്കൂ, ചെറിയ വേഷങ്ങളൊന്നും കൊടുക്കാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. എന്ത് ചെയ്യുമെന്ന് പറ, ഇങ്ങനെയൊക്കെ ഇവൻ ബഹുമാനിച്ച് എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു വേണ്ടെന്ന്, കാരണം പുതിയ പയ്യനല്ലേ, അവൻ ഇൻഡസ്ട്രി ആളുകളെയൊക്കെ ഒന്ന് കണ്ടു പഠിക്കട്ടെ. അപ്പോൾ ഇവനെ ഞാനങ്ങോട്ട് വിട്ടേക്കാം. ഓക്കെ, അതെ അപ്പോഴേ പറഞ്ഞേക്കാം, പൂജയ്ക്ക് ഞാൻ ഉണ്ടാകുകയില്ല. എന്താ കാര്യമൊന്നോ? എൻ്റെ കുഞ്ഞമ്മയുടെ മോളുടെ കൊച്ചിൻ്റെ പോളിയോ എടുക്കുന്ന ദിവസമാണ്. അതെ അതെ, അപ്പൊ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. ഇതാണ് പുലി, മലയാള സിനിമയുടെ നെടും തൂണ്. നീ എന്താ ആലോചിക്കുന്നത്? അല്ല വിശ്വട്ടാ, വിശ്വട്ടനെ പോലെ ഒരാളെ പരിചയപ്പെടാൻ എനിക്ക് ഭാഗ്യമുണ്ടല്ലോ എന്ന് ആലോചിച്ച. എല്ലാം കാലം മനസ്സിലാക്കി തരും. മതി. അപ്പൊ ബിജുവിന്റെ പടത്തിൽ പോയി അഭിനയിച്ചോ? ഡയലോഗ് ഉണ്ടാവോ വിശ്വട്ടാ? അതൊരു ഊമയുടെ വേഷമാണെന്നാ പറഞ്ഞത്. കഷ്ടായി പോയി. എന്ത് കഷ്ടം എടാ, ആദ്യത്തെ പടത്തിൽ ഊമയായിട്ട് അഭിനയിച്ചവന്മാരെ ഇപ്പൊ സ്വപ്നം പോലുള്ള വീടും വെച്ച് വോക്സ്വാഗണിന്റെ വലിയ വണ്ടിയിലോ നടക്കുന്നത് അറിയോ? അത് മാത്രമല്ല, നീ തന്ന 25,000 രൂപയ്ക്ക് സിനിമ ഡയലോഗ് കിട്ടത്തില്ല. ഒരു നല്ല ഡയലോഗ് കിട്ടണമെങ്കിലേ മിനിമം 35,000 രൂപ കൊടുക്കണം. അപ്പൊ ആ പടത്തിന്റെ നായകൻ എത്ര കൊടുത്തിണ്ടാവും? 1.5 കോടി രൂപ. എന്റെ അമ്മേ. എന്നിട്ട് ഈ സിനിമയിലെ ഡയലോഗ് വെച്ച് നോക്കുമ്പോഴേ അവൻ വീണ്ടും കടക്കാരനാ. ഇനി ഒരു 50 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിലേ വില്ലൻ നായകനിട്ടിടിക്കുന്ന സീനൊന്നും സിനിമയിലുണ്ടാകുകയില്ല. അത് മാത്രമല്ല, വില്ലൻ നായകനെ ചീത്ത വിളിക്കുമ്പോഴേ നായകന് തിരിച്ച് ഡയലോഗ് ഒന്നും ഉണ്ടാകുകയില്ല. അവിടെയാണ് ഈ വിശ്വേട്ടൻ വെറും 25,000 രൂപയ്ക്ക് 4 സീൻ വാങ്ങിത്തരുന്നത്. നീ ഭാഗ്യവാനാടാ മോനെ. താങ്ക് യു ഏട്ടാ. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. വേറൊരു പയ്യൻ അവന്റെ ആധാരമായിട്ട് വരുന്നുണ്ട്. അതേത് പടത്തിൽ അഭിനയിക്കാനാ? അത് വൻ പ്രൊജക്റ്റ് അല്ലേ, തമിഴ്. പൈസ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ കാശ. ഇതുകൊണ്ട് ഞാൻ രക്ഷപ്പെടാൻ എന്നെ അനുഗ്രഹിക്കണം വിശ്വട്ടാ. നന്നായി വരും പോലെ നീ ഉയരങ്ങൾ കീഴടക്കും. എന്താ ഞാൻ പറട്ടെ? ശരി, അപ്പൊ ഞാൻ വിളിക്കാം വിശ്വട്ടാ. ശരി, ഓക്കെ. അങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരു യുവതാരത്തെ കൂടി കിട്ടാൻ പോകുന്നു. കൂളിംഗ് ഗ്ലാസ് ഇടട്ടെ.